അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പ്രചരണായുധമാക്കാൻ ബി.ജെ.പി. രാമക്ഷേത്രത്തിനായി നടത്തിയ രഥയാത്രയടക്കമുള്ള ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പാർട്ടി ലഘുലേഖ പുറത്തിറക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടികളെ ഇതിലൂടെ തുറന്നുകാട്ടുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ലക്ഷ്യമിടുന്ന ബി.ജെ.പി. രാമക്ഷേത്ര നിർമ്മാണത്തെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണ തന്ത്രത്തിനാണ് രൂപം നൽകുക. ഡൽഹിയിൽ ചേർന്ന ബി.ജെ.പി. ദേശീയ നേതൃയോഗത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് വിഹിതം സ്വന്തമാക്കി ഓരോ മണ്ഡലത്തിലും വിജയം നേടുന്നതിനുള്ള പ്രവർത്തന പദ്ധതിയാണ് തയ്യാറാക്കിയത്. 325 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. മോദി സർക്കാർ യുവാക്കൾക്കായി, സ്ത്രീകൾക്കായി, സാധാരണക്കാർക്കായി ഒക്കെ നടപ്പിലാക്കിയ ജനക്ഷേമ വികസന പദ്ധതികൾ സംബന്ധിച്ച രാജ്യവ്യാപക പ്രചാരണം ബി.ജെ.പി. നടത്തും. PM വിശ്വകർമ്മ യോജനയടക്കം എടുത്തുകാട്ടി നടത്തുന്ന പ്രചാരണത്തിലൂടെ സാധാരണക്കാരുടെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി. വിലയിരുത്തൽ. ബി.ജെ.പിയുടെ പ്രചാരണത്തിന്റെ കുന്തമുനയാവുക അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയാകും. ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ബി.ജെ.പി. ഗൃഹസമ്പർക്കമടക്കം വൻ പ്രചരണം സംഘടിപ്പിക്കും. രാമക്ഷേത്ര പ്രക്ഷോഭത്തിൽ ബി.ജെ.പി. വഹിച്ച പങ്ക് വിവരിക്കുന്ന ലഘുലേഖകൾ ബി.ജെ.പി. പ്രചരണത്തിനായി ഉപയോഗിക്കും. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇടതുപക്ഷവുമടക്കം മറ്റു പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളും ഈ ലഘുലേഖയിലൂടെ ബി.ജെ.പി. തുറന്നുകാട്ടും. രാമക്ഷേത്രം സജീവ ചർച്ചയാക്കി ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിടുന്ന ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിലും കാര്യമായ മുന്നേറ്റം ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി.ജെ.പി. കേന്ദ്ര പദ്ധതികൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസമ്മതിയും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളിയെ 50%-ലേറെ വോട്ട് സമാഹരിക്കുന്നതിലൂടെ മറികടക്കാമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി.